ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബിസ്മിസ് ഫുഡ് വേൾഡ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റൈസിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3/4 കിലോ ബീഫാണ് എടുത്തത്. അത് മുഴുവനായിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. മുളക് പൊടിക്ക് പകരം 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടിയാണ് ആഡ് ചെയ്തത്. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് കേട്ടോ. ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അത്രയൊക്കെ ഒഴിക്കണമെന്നില്ല. അത് വേവിക്കാൻ ആവശ്യം എത്രയാണ് വെള്ളം ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് എത്രയാണനുസരിച്ച് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനും വെന്ത് കിട്ടാനും കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ബിരിയാണി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ഏലക്കായ്, കുറച്ച് ഗ്രാമ്പു, പട്ട ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബിരിയാണി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ സമയത്ത് റൈസ് ഒന്ന് കഴുകിയെടുക്കാം. റൈസ് കുതിർക്കണമെന്നില്ല. അപ്പോൾ ഇത് സാധാ ബിരിയാണി റൈസ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് കേട്ടോ ഈ റൈസ് തയ്യാറാക്കുന്നത്. അതാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറായിട്ട് വേണേലും വെച്ചാൽ മതി. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇതേപോലെ തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. നല്ല പാകത്തിനുള്ള റൈസ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ടിപ്പാണ് ചെറുനാരങ്ങ നീര് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതും ഇതേപോലെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തത്. അത് വേണ സമയം നമുക്കിപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറി വരട്ടെ. ആ സമയം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് വരെയൊക്കെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാണ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാനും ഗോൾഡൻ ബ്രൗൺ നിറാവാനും വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സവാളക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ സമയം നമുക്ക് നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ ഈ റൈസ് അധികം വെന്ത് ഉടയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം 2.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് പൊടിയുപ്പ് കൂടി ആഡ് ചെയ്തിട്ട് മിക്സാക്കിയിട്ട് ഇതേപോലെ ഊറ്റിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പച്ചവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ അധികം ഒട്ടി പിടിക്കുകയില്ല. പിന്നെ ആണെങ്കിൽ റൈസ് നന്നായിട്ട് വേറിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. എന്നാലും ഇത് നല്ല ചൂടുള്ള റൈസ് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അധികം കിടന്ന് നന്നായിട്ട് വെന്ത് പോകും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 90% വേവായിട്ടുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ റൈസൊക്കെ നല്ല വേറിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് പറയണത്. നമുക്കിപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റണം കേട്ടോ. ഇനി ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ ബീഫ് വേവിച്ചത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല നിറച്ചെടുത്തിട്ട് വരാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അതേപോലെ ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 5 പച്ചമുളകും
ഒരു 9-10 ചെറിയ ഉള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് ആഡ് ചെയ്തെടുക്കുന്നത്. ഇത് കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളെ ബീഫ് ഏകദേശം കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അധികം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബീഫ് ഭയങ്കര ഹാർഡാവും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ വെള്ളം കൂടെ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല, നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തതെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് വെള്ളം കൂടി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ക്യാപ്സിക്കാണ് എടുത്തത്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അധികം വേവില്ലാത്തത് കൊണ്ട് ഇതും തക്കാളി ഒപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ബീഫിൽ കിടന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ബീഫിൽ മസാലയിലൊക്കെ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണ്ടിട്ട് ആഡ് ചെയ്യാൻ. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയും ഈ ക്യാപ്സിക്കൊക്കെ പിന്നെ ഈ മസാലയൊക്കെ നന്നായിട്ട് ബീഫിലൊക്കെ പോയി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തൈരും ബിരിയാണി മസാല ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ബിരിയാണി മസാല ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ റൈസ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, ബാക്കി നമുക്ക് റൈസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് റൈസ് ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വേറെ പാത്രത്തിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മസാല കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ബിരിയാണിയൊക്കെ ദം ചെയ്യും പോലെ ഇതേപോലെ മസാല പിന്നെ റൈസ് അങ്ങനെ ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മസാല മാത്രം അടിയിൽ വെച്ചാലും മതി, പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാല പിന്നെ നമ്മൾ ഈ ബീഫിൻ്റെ മസാലയൊക്കെ ഈ റൈസിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ലെയറായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ലെവലാക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തതും പിന്നെ അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ നെയ്ച്ചോറായിട്ടാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മസാലയിലുള്ള ഓയിൽ മതിയാവില്ല ഈ റൈസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ഓയിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് എത്രയാണ് നെയ്യ് ആവശ്യമനുസരിച്ച് നെയ്യും കൂടി അവിടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് റൈസിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ മിൽമ നെയ്യോ അല്ലെങ്കിൽ RKG എന്തെങ്കിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ നമ്മളെ റൈസിന്. നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ മസാല റൈസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ റൈസ് ഇതേപോലെ തുറന്ന് നോക്കുകയാണെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വേവൊക്കെ പാകത്തിനായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലധികം മസാല ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബിരിയാണി മസാല തൈരൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. റൈസ് വേവിക്കുന്ന സമയത്ത് പിന്നെ പട്ടയും പൂവൊന്ന് റൈസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. നമ്മൾ റൈസ് പ്ലേറ്റിലേക്കൊക്കെ ഇതേപോലെ എടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ എടുത്താൽ മതി. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിലധികം മസാല ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ മസാലയിലുള്ള ഈ ബീഫിൽ പിടിച്ചിട്ടുള്ള ഈ മസാല തന്നെയാണ് റൈസിലും ഉണ്ടാവുള്ളൂ. അപ്പം ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ്. അധികം മസാലയൊന്നും യൂസ് ചെയ്യണില്ല. പിന്നെ ബിരിയാണി മസാലയും തൈരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ് ഇട്ടത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ബീഫൊക്കെ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാലഡോ തൈരോ ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.